മക്കളെ, നിങ്ങൾ എല്ലാവരും നൂൽപുട്ട് ഉണ്ടാക്കുന്നവരാണ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി സ്പെഷ്യലായിട്ടൊരു നൂൽപുട്ടാണ് ഉണ്ടാക്കാൻ പോണത്. നിങ്ങൾ ആരും അത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല. അതാണ് മസാല നൂൽപുട്ട്. അത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അതിന് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അത് ഉണ്ടാക്കി നോക്കണം. ഇനി അങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. ഞാനിവിടെ 2 കപ്പ് നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആദ്യം നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ചൂടായ ചട്ടിയിൽ 2 ടേബിൾ സ്പൂണ് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് കേട്ടോ. എണ്ണ ചൂടായി വന്നാൽ മീഡിയം സൈസിൽ 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ 1 പച്ചമുളക് കുനുകുന അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. മക്കളെ, ഉള്ളി വല്ലാതെ വഴണ്ട് വരുമൊന്നും വേണ്ട, ചെറുതായിട്ട് വഴണ്ടാൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, ഉള്ളി ചെറുതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ വഴണ്ട് വന്നാൽ മതി. ഇനി നമുക്ക് ഇതിൽ ഈ സമയത്ത് 1 ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് മസാലകൾ ഇട്ട് കൊടുക്കാം. 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി ഇതിലൊരു 1/2 ടീസ്പൂണ് മുളക് പൊടി എരിവിനനുസരിച്ചിട്ടാൽ മതി. ഞാൻ 1/2 ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു മീഡിയം സൈസിൽ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, തക്കാളിയൊക്കെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി 3 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ആ മഞ്ഞയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി മുട്ട ചെറുതായിട്ട് വെന്ത് വരട്ടെ. നമുക്കിനി മെല്ലെ ഇളക്കി കൊടുക്കാം. അടിയിലൊക്കെ വെന്തിട്ടുണ്ടാവും, കണ്ടില്ലേ വെന്തിക്കണത്. ഇനി നമുക്കിത് ഇങ്ങനെ ഇളക്കി ചിക്കി എടുത്തതുപോലെ എടുക്കണം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മൾ കോഴിമുട്ട ചിക്കി എടുക്കുമല്ലോ, അതേപോലെയാണ് എടുക്കേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നമ്മുടെ മുട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും ലേശം മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഞാനിതിലൊരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇച്ചിരി മല്ലിയുടെ ഇലയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാം. മല്ലി ഇലയും കുരുമുളക് പൊടിയും ഒക്കെ പാടെ ഒന്ന് മിക്സായി വരട്ടെ നമ്മുടെ മുട്ടയിൽ. ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മാവിനെ ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടി പാത്രത്തിലേക്ക് മാവിനെ കൊട്ടി കൊടുക്കാം. ഞാൻ 2 കപ്പ് മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെളിച്ചെണ്ണയും ഉപ്പും മാവും പാടെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം. ഉപ്പ് എല്ലായിടത്തും പെടുന്നത് പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിൽ നല്ല തിളച്ച വെള്ളം കുറച്ചീച്ച ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വെള്ളം ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മാവ് ചിക്കിയതുപോലെ എടുക്കുകയാണെങ്കിൽ അളവ് തെറ്റിപ്പോയാൽ വെള്ളം കൂടിപ്പോവും കേട്ടോ. ഇത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയല്ലേ, അപ്പം നമുക്ക് പാകം നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതിനി ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നോട്ടോ, ഒന്ന് ചൂടാറട്ടെ. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്കിതിനെ ചെറിയ ചൂടോടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് ഇപ്പം ഇതേപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കയ്യിൽ ഒട്ടി പിടിക്കത്തൊന്നുമില്ല, കണ്ടില്ലേ. നമുക്കിനി ഈ വാഴയുടെ ഇലയിൽ ഒരിച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം.
ഇനി നമ്മുടെ മാവിനെ നമ്മുടെ ഈ സേവനാഴിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഫുള്ളാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മൂടിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ വാഴയുടെ ഇലയിൽ നല്ല പരത്തിയിട്ട് ഇങ്ങനെ പീച്ച് കൊടുക്കാം. ലേശം കട്ടിയിൽ വേണം പരത്താൻ കേട്ടോ. ഇതേപോലെ എല്ലായിടത്തും നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല ഉണ്ടല്ലോ, നടുവിലേക്ക് അങ്ങോട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഇലയുടെ ഈ തുമ്പെടുത്ത് ഇങ്ങനെ വെക്കാം. ഇനി ഈ തുമ്പെടുത്ത് ഇങ്ങനെ വെക്കാം. ഈ തുമ്പെടുത്ത് ഇങ്ങനെ വെക്കാം. ഈ തുമ്പെടുത്ത് ഇങ്ങനെ വെക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മസാല നൂൽപുട്ട് പരത്തൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഓട്ടമുള്ള തട്ടില്ല, അതിൽ വെച്ചാണ് നമ്മൾ വേവിക്കാൻ പോണത്. അതിലേക്ക് ഇങ്ങനെ മെല്ലെ എടുത്തിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം അത് നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ 3 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനി നമുക്ക് നൂൽപുട്ട് വേവിക്കണത് പോലെ വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഇതാ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ച് ആവി പറക്കണ കണ്ടില്ലേ, നമുക്കിനി ഇതിനെ ഈ ആവി പറക്കണതിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ നോക്കണം കേട്ടോ മക്കളാ, കൈ ചൂടുള്ള. നമുക്ക് മൂടി വെച്ചിട്ട് ഇത് നമുക്കിനി ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. അയ്യ കണ്ടില്ലേ, നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നൂൽപുട്ടിൻ്റെ ഉള്ളിൽ മസാല കണ്ടില്ലേ. നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ചൂടുണ്ടേ മക്കളെ. ഇത് കണ്ടില്ലേ, നമ്മളെ മസാല നൂൽപുട്ട് കണ്ടില്ലേ. നമ്മുടെ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ നമുക്ക് കറി ഒന്നും വേണ്ട. ഞാൻ പൊടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ മസാല. അപ്പോൾ ഇതേപോലെ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കാൻ തോന്നും. എന്താന്ന് പറഞ്ഞാൽ ഇതിൽ കറി ഒന്നും വേറെ വേണ്ട. അപ്പോൾ ഇത് തന്നെ മസാല കൂട്ടി കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.